in Education. Set Economics 2026-ന്റെ 25 days റിവിഷൻ സീരീസിലെ തേർഡ് ഡേ ആണ് ഇന്ന്. ഇവിടെ ആദ്യം നമ്മൾ യൂണിറ്റ് 1 മോഡ്യൂൾ 1 ഡിസ്കസ് ചെയ്തു. അതിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ MCQs ആണ്, അതായത് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് അങ്ങനെ സമയം കളയാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, ഇൻ ദി ഗിവൺ ഡയഗ്രാം ആഫ്റ്റർ ദി പ്രൈസ് ചേഞ്ച് ദി പ്രൈസ് ലൈൻ ഷിഫ്റ്റ് ഫ്രം PQ to PQ slash and consumer comes to equilibrium at point B instead of point A. Then what is true for potatoes? ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അല്ലെ. എക്സ് ആക്സിസിൽ പൊട്ടറ്റോസും Y ആക്സിസിൽ ടൊമാറ്റോയുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനീഷ്യൽ പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് ഈ PQ ലൈൻ ആയിരുന്നു. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? പ്രൈസ് ചേഞ്ച് ചെയ്തു. പ്രൈസ് ചേഞ്ച് ചെയ്തപ്പോൾ പ്രൈസ് ലൈൻ എങ്ങനെ ഷിഫ്റ്റ് ചെയ്തു? ഈ PQ എന്ന് പറയുന്ന പ്രൈസ് ലൈൻ PQ സ്ലാഷ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു. നമുക്കറിയാം ബജറ്റ് ലൈനിൽ ചേഞ്ച് വരുന്നത് 3 തരത്തിലാണ്. ഒന്ന് പ്രൈസിൽ എക്സ് ആക്സിസിലെ കമ്മോഡിറ്റിയുടെ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ച്, അല്ലെങ്കിൽ Y ആക്സിസിലെ കമ്മോഡിറ്റിയുടെ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ച്, അല്ലെങ്കിൽ കൺസ്യൂമറുടെ ഇൻകത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച്. കൺസ്യൂമറുടെ ഇൻകം ചേഞ്ച് ചെയ്താൽ പാരലൽ ആയിട്ടാണ് ബജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യാം. എന്നാൽ ഏതെങ്കിലും ആക്സിസിലെ ഒരു ആക്സിസിലെ പ്രൈസ് ചേഞ്ച് ചെയ്താൽ ഏത് ആക്സിസിലെ കമ്മോഡിറ്റിയുടെ പ്രൈസ് ആണോ ചേഞ്ച് ചെയ്തത് അതിലാണ് ചേഞ്ചസ് വരുന്നത്. ഇവിടെ ഈ എക്സ് ആക്സിസിലാണ് പ്രൈസ് ചേഞ്ച് ചെയ്തത്, അതായത് പൊട്ടറ്റോയുടെ പ്രൈസിലാണ് എന്തുണ്ടായത്? ഇൻക്രീസിങ് സംഭവിച്ചത്. പൊട്ടറ്റോയുടെ പ്രൈസിലാണ് ചേഞ്ച് സംഭവിച്ചത്. ഈ ഒരു PQ എന്ന് പറയുന്ന ബജറ്റ് ലൈനിൽ നിന്നും ഈ OQ ക്വാണ്ടിറ്റി ആയിരുന്നു ആദ്യം പർച്ചേസ് ചെയ്തിരുന്നത്. എന്നാൽ ബജറ്റ് ലൈന് PQ സ്ലാഷ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇത്രയും ക്വാണ്ടിറ്റി കൂടെ എക്സ്ട്രാ പർച്ചേസ് ചെയ്യാനായിട്ട് വന്നു. OQ സ്ലാഷ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട്. മാക്സിമം പൊട്ടറ്റോസ് OQ പർച്ചേസ് ചെയ്തതിന് പകരം ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് പൊട്ടറ്റോയുടെ പ്രൈസ് കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് ബജറ്റ് ലൈൻ PQ സ്ലാഷ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. OQ പർച്ചേസ് ചെയ്തിരുന്ന ഇത്രയും പർച്ചേസ് ചെയ്തിരുന്ന സ്ഥാനത്ത് മാക്സിമം പൊട്ടറ്റോനെ ഇത്രയും പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. ഇനി നോക്കേണ്ടത് കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം ഇവിടെ A ആയിരുന്നു അല്ലെ. Aയിൽ നിന്നും കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം എങ്ങോട്ടാ പോയത്? Bയിലേക്കാണ് പോയത്. അതിനർത്ഥം ഇത്രയായിരുന്നു കൺസ്യൂമർ, ഇത്രയും ടൊമാറ്റോസും ഇത്രയും പൊട്ടറ്റോസുമായിരുന്നു കൺസ്യൂമർ ചൂസ് ചെയ്തിരുന്നത്. എന്നാൽ ഇക്വിലിബ്രിയം Bയിലേക്ക് ചേഞ്ച് ചെയ്തപ്പോൾ ടൊമാറ്റോയുടെ അളവ് കൂടിയല്ലേ. പൊട്ടറ്റോയുടെ അളവിൽ എന്ത് സംഭവിച്ചു? പൊട്ടറ്റോ വാങ്ങിക്കുന്നത് കുറച്ചു. അതായത് പൊട്ടറ്റോയുടെ പ്രൈസ് കുറയുകയാണ് ഇവിടെ ചെയ്തത്. പ്രൈസ് കുറഞ്ഞു, പക്ഷെ പൊട്ടറ്റോയുടെ ക്വാണ്ടിറ്റിയും അപ്പൊ കുറയല്ലേ ചെയ്തത്. പൊട്ടറ്റോയുടെ പ്രൈസ് കുറഞ്ഞു എന്ന് ഈ ബജറ്റ് ലൈനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. കാരണം PQ സ്ലാഷ് ആയിട്ട് ബജറ്റ് ലൈന് മാറി. ഈ ഒരു പൊട്ടറ്റോയുടെ ഭാഗത്ത് മാത്രമാണ് മാറിയത്. അപ്പൊ ബജറ്റ് ലൈൻ ഇവിടെ ഷിഫ്റ്റ് ചെയ്തതിന് കാരണം പൊട്ടറ്റോയുടെ പ്രൈസ് കുറഞ്ഞത് കൊണ്ടാണ്. പൊട്ടറ്റോയുടെ പ്രൈസ് കുറഞ്ഞാൽ കൂടുതൽ പൊട്ടറ്റോ പർച്ചേസ് ചെയ്തതിന് പകരം പുതിയ ഇക്വിലിബ്രിയത്തിൽ കൺസ്യൂമറിന്റെ പൊട്ടറ്റോയുടെ അളവ് കുറച്ചു. അതിനർത്ഥം പ്രൈസ് കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു, അല്ലെങ്കിൽ പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡും കൂടും. അതിനെ നമ്മൾ എന്താണ് എക്സംഷൻ ഓഫ് ലോ ഓഫ് ഡിമാൻഡ് ആണ് അല്ലെ അത് കാണിക്കുന്നത്. ലോ ഓഫ് ഡിമാൻഡിനെ അത് ഫോളോ ചെയ്യുന്നില്ല. ലോ ഓഫ് ഡിമാൻഡ് ഫോളോ ചെയ്യാത്ത കമ്മോഡിറ്റീസ് ഏത് തരം കമ്മോഡിറ്റീസ് ആണ്? ഇറ്റ് ഈസ് ഗിഫൺ ഗുഡ്. ഇത് ഗിഫൺ കമ്മോഡിറ്റീസ് ആണ് എന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിയും. സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഇറ്റ് ഈസ് എ ഗിഫൺ ഗുഡ്. ഇവിടെ പൊട്ടറ്റോ എന്ന് പറയുന്നത് ഒരു ഗിഫൺ ഗുഡ് ആണ്. പൊട്ടറ്റോ ഇവിടെ ഒരു ഗിഫൺ ഗുഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ 3, ഗിഫൺ ഗുഡ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സോ ഇനി നെക്സ്റ്റ്, consider the following diagram with two parallel demand curves AB and CD. The price elasticity of demand H. ഇവിടെ AB എന്ന് പറയുന്ന ഒരു എന്തുണ്ട്? ഡിമാൻഡ് കർവ് ഉണ്ട്. അതിന് പാരലൽ ആയിട്ട് തന്നെ CD എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് കർവ് ഉണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പ്രൈസ് ഇലാസ്റ്റിറ്റി R എന്ന് പറയുന്ന പോയിന്റിലെയും S എന്ന് പറയുന്ന പോയിന്റിലെയും
പ്രൈസ് ഇലാസ്റ്റിറ്റിയെ കമ്പയർ ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ നോക്ക്, പോയിന്റ് ആർ ആൻഡ് എസ് ഈസ് ഈക്വൽ. പോയിന്റ് ആറും എസും ഈക്വൽ ആണോ? ഇല്ല. ഇവിടെ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളത്, എങ്ങനെയാണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ, ഈ ഡിമാൻഡ് കർവ്, എ ബി ഡിമാൻഡ് കർവിലെയും സി ഡി ഡിമാൻഡ് കർവിലെയും പ്രൈസ് ഇലാസ്റ്റിറ്റിയെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. എ ബിയിലെ പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? യാ, ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ് അല്ലെ? അപ്പർ സെഗ്മെന്റ്, ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ് ആണ് നമുക്ക് ഇലാസ്റ്റിറ്റി കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ നോക്കൂ, ഈ എ ബി ഡിമാൻഡ് കർവില് ലോവർ സെഗ്മെന്റ് ഇത്രയാണ്, അപ്പർ സെഗ്മെന്റ് ഇത്രയേ ഉള്ളൂ അല്ലെ? അപ്പർ സെഗ്മെന്റ് എത്രയാ വരുന്നത്? അപ്പർ സെഗ്മെന്റ് ഇത്രയാണ്. നോക്കൂ, ഇതിലേക്ക് നോക്കൂ, ഏതാ വലുത്? ലോവർ സെഗ്മെന്റ് ആണോ അപ്പർ സെഗ്മെന്റ് ആണോ വലുത്? യെസ്, ലോവർ സെഗ്മെന്റ് ആണ് ഇവിടെ വലുത് അല്ലെ? അപ്പർ സെഗ്മെന്റ് ചെറുതാ. ഇനി ഇതിലേക്ക് നോക്കൂ, ഇവിടെ ലോവർ സെഗ്മെന്റ് ചെറുതാ, അപ്പർ സെഗ്മെന്റ് ആണ് അവിടെ വലുതായിട്ട് വരുന്നത്. അതിനർത്ഥം ഇലാസ്റ്റിറ്റി കൂടുതൽ എവിടെയായിരിക്കും? നമ്മുടെ ഡിനോമിനേറ്റർ പാർട്ട് കൂടുതലുള്ളതിന്റെ ആവും ഇലാസ്റ്റിറ്റി കൂടുതൽ അല്ലെ? അതായത് ഇതിന്റെ ലോവർ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഈ ആർ ബി അല്ലെ? ആർ ബി ഡിവൈഡഡ് ബൈ എ ആർ ആണ്. ഇത് ഒബ്വിയസ്ലി ഗ്രേറ്റർ ദാൻ 1 ആണ്. ഗ്രേറ്റർ ദാൻ 1 ആണ്. കാരണം എന്താണ്? ഇത് കൂടുതലാണ്, ഈ അപ്പർ പോർഷൻ കൂടുതലാണ്. പക്ഷെ ഇവിടെ നോക്കൂ നിങ്ങൾ, ഏതാണ് കൂടുതലായിട്ട് വരുന്നത്? യാ, ഇവിടെ ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എസ് ഡി ഇസ് ലെസ് ദാൻ സി എസ്, അല്ലെങ്കിൽ സി എസ് ഇസ് ഗ്രേറ്റർ ദാൻ എസ് ഡി. അതായത് ഡിനോമിനേറ്റർ ആണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇത് ലെസ് ദാൻ 1 ആയിരിക്കും. സോ പോയിന്റ് ആർ ആൻഡ് എസ് ഈക്വൽ ആണോ? ഈക്വൽ അല്ല. പോയിന്റ് ആർ ഇസ് ഗ്രേറ്റർ ദാൻ അറ്റ് പോയിന്റ് എസ്. യെസ്, അതല്ലേ ആൻസർ ആയിട്ട് വരുന്നത്. പോയിന്റ് ആറിലെ പ്രൈസ് ഇലാസ്റ്റിറ്റി ഇസ് ഗ്രേറ്റർ ദാൻ പോയിന്റ് എസ്. പോയിന്റ് ആർ ഇസ് ലെസ് ദാൻ അല്ല. പോയിന്റ് ആർ ആൻഡ് എസ് ഇസ് ഇൻഫിനിറ്റി അല്ല. ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ 2 ആണ്. പോയിന്റ് ആർ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് അറ്റ് പോയിന്റ് എസ്. ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അതിന്റെ ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a good is called a given good when the income effect is. നിങ്ങൾക്ക് ഈ given good, inferior good, normal good, income effect, substitution effect, price effect, അതിൽ നിന്നും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അത് എന്തായാലും പഠിച്ചു വെക്കേണ്ടതാണ്. പഠിച്ചാൽ മാർക്ക് പോവില്ല എന്ന് 100% ഷുവറുള്ള ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, എ ഗുഡിനെ ഗിഫൺ ഗുഡ് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ താഴെ പറയുന്നവയിൽ എന്ത് സംഭവിക്കണം? പോസിറ്റീവ് ആൻഡ് ഗ്രേറ്റർ ദാൻ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇൻകം ഇഫക്റ്റ് പോസിറ്റീവ് ആവണം, അത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനേക്കാൾ കൂടുതലാണ്. അല്ല, ഇൻകം ഇഫക്റ്റ് നെഗറ്റീവ് ആവണം അല്ലെ? അതുകൊണ്ട് അത് തെറ്റാണ്. ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഗിഫൺ ഗുഡിന്റെ കേസിൽ ഇൻകം ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഈക്വൽ ആണോ? അല്ല, ഡെഫിനറ്റ്ലി നോ അല്ലെ? ലെസ് ദാൻ ദി സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇൻകം ഇഫക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനേക്കാൾ ചെറുതാവണം, അങ്ങനെയാണോ? അല്ല, അതും തെറ്റാണ് അല്ലെ? നെഗറ്റീവ് ആൻഡ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഗിഫൺ ഗുഡിന്റെ കേസിൽ ഗുഡ് ഗിഫൺ ഗുഡ് ആണെങ്കിൽ ഇൻകം ഇഫക്റ്റ് നെഗറ്റീവ് ആയിരിക്കും, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവ് ആയിരിക്കും, പ്രൈസ് ഇഫക്റ്റ് നെഗറ്റീവ് ആയിരിക്കും. പ്രൈസ് ഇഫക്റ്റ് നെഗറ്റീവ് മീൻസ് ദാറ്റ് ഫോളോസ് ലോ ഓഫ് ഡിമാൻഡ്. ദാറ്റ് ഫോളോസ് ലോ ഓഫ് ഡിമാൻഡ് കേട്ടോ. ഇനി ഇതിന്റെ കേസിൽ ഇൻകം ഇഫക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ്. Here income effect is greater than substitution effect. Negative income effect is greater than positive substitution effect ആണ് given good ന്റെ കേസിൽ സംഭവിക്കുന്നത്. എന്നാൽ inferior good ന്റെ കേസിൽ positive substitution effect is greater than negative income effect ആണ് സംഭവിക്കുന്നത്. Next question. Why does demand curve have a negative slope? നെഗറ്റീവ് സ്ലോപ്പ്, ഡിമാൻഡ് കർവിന് നെഗറ്റീവ് സ്ലോപ്പ് വരുന്നത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഇൻകം ഇഫക്റ്റ് ഓൺലി, ഡ്യൂ ടു സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഓൺലി എന്നതാണ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ആൻസർ വരുന്നത് ബോത്ത് 1 ആൻഡ് 2 ആണ്. ബോത്ത് 1 ആൻഡ് 2 ആണ്. ഇൻകം ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് കൊണ്ടും എന്ത് വരുന്നുണ്ട്? നമ്മളുടെ ഡിമാൻഡ് കർവിന് നെഗറ്റീവ് സ്ലോപ്പ് വരുന്നുണ്ട്. നെഗറ്റീവ് സ്ലോപ്പ് വരാനുള്ള 2 കാരണങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും മറ്റൊന്ന് ഇൻകം ഇഫക്റ്റും തന്നെയാണ്. സോ അതുകൊണ്ട് നമ്മുടെ ആൻസർ ഇവിടെ എന്താ വരുന്നത്? ഓപ്ഷൻ എ,
ബോത്ത് 1 ആൻഡ് 2 എന്നുള്ളതാണ് വരുന്നത്. അപ്പം ഇവിടെ എന്തുകൊണ്ട് ഇൻകം ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈസിലുള്ള ഇൻകത്തിലുള്ള ചേഞ്ച് എങ്ങനെ ക്വാണ്ടിറ്റീനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രൈസ് കൂടിയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും, പ്രൈസ് കുറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. പ്രൈസ് കുറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നത് എങ്ങനെയാണ്? നമുക്ക് ആ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് 10 രൂപയുള്ളത് 5 രൂപയായാൽ ആ കമ്മോഡിറ്റിനെ കൂടുതൽ പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. അവിടെ നമ്മുടെ റിയൽ ഇൻകം കൂടുകയാണ് ചെയ്യുന്നത്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിലുള്ള ചേഞ്ച് അതിന്റെ റിലേറ്റഡ് കമ്മോഡിറ്റി, അത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗുഡ് ആവാം, കോംപ്ലിമെന്ററി ഗുഡ് ആവാം, റിലേറ്റഡ് കമ്മോഡിറ്റിന്റെ ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് വരുത്തുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗുഡ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിറ്റി ആയിരിക്കും, കോംപ്ലിമെന്ററി ഗുഡ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ക്രോസ് ഇലാസ്റ്റിറ്റി ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗുഡിന്റെ കേസിൽ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് അനദർ കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റിനെ പോസിറ്റീവ് ആയിട്ട്, അതായത് ഇവിടെ എക്സിന്റെ പ്രൈസ് കൂടിയാൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗുഡ് ടീയുടെ പ്രൈസ് കൂടിയാൽ കോഫിയുടെ ഡിമാൻഡ് കൂടും, ടീയുടെ പ്രൈസ് കുറഞ്ഞാൽ കോഫിയുടെ ഡിമാൻഡ് കുറയും. അതുകൊണ്ട് പോസിറ്റീവ്, രണ്ടും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് അത് പോസിറ്റീവ് റിലേഷൻ ആയത്, പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിറ്റി ആയത്. ഇനി കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കാറിന്റെ പ്രൈസ് കൂടിയാൽ പെട്രോളിയത്തിന്റെ ഡിമാൻഡ് കുറയും അല്ലെ, ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ക്രോസ് ഇലാസ്റ്റിറ്റി ഇവിടെ നെഗറ്റീവ് ആയത് കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കേസിൽ. സോ ഇൻകം ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ആണ് എന്തിനുള്ള കാരണം? രണ്ടിന്റെയും കമ്പൈൻഡ് ഇഫക്റ്റ് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഡിമാൻഡ് കർവിന്, നോർമൽ ഗുഡിന്റെ ഡിമാൻഡ് കർവിന് നെഗറ്റീവ് സ്ലോപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. In the standard adjoint diagram, the measure of consumer surplus is. ഇവിടെ കൺസ്യൂമർ സർപ്ലസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ മാർഷലിയൻ കൺസ്യൂമർ സർപ്ലസിൽ നിന്നും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക, രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ തമ്മിലുള്ള ഈ ദൂരത്തെയാണ്, ഈ വ്യത്യാസത്തെയാണ് കൺസ്യൂമർ സർപ്ലസ് ആയിട്ട് പരിഗണിച്ചിട്ടുള്ളത്. ഇവിടെ ഇത്രയും ദൂരം, ഈ ഒരു ഇൻഡിഫറൻസ് കർവിൽ നിന്നും ഈ ഒരു ഇൻഡിഫറൻസ് കർവിലേക്കുള്ള വ്യത്യാസം, അതായത് എ ബി സമാനമല്ല, ഇത് എ ബി, ഈ ദൂരം എന്ന് പറഞ്ഞാൽ എ ബി ആണ്. ആൻസർ ഓപ്ഷൻ 4 ആണ്. രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് കൺസ്യൂമർ സർപ്ലസ് ആയിട്ട് പരിഗണിക്കുന്നത്. കൺസ്യൂമർ സർപ്ലസ് ആയിട്ട് പരിഗണിക്കുന്നത് ഇവിടെ ഇ എന്ന് പറയുന്ന ഈ പോയിന്റും ഇവിടെ ഈ പോയിന്റും, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് കൺസ്യൂമർ സർപ്ലസ് ആയിട്ട് പരിഗണിക്കുന്നത്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് വൺ, മാച്ച് ദി ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2 ആയിട്ട് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വാരിയസ് കോമ്പിനേഷൻസ് ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ പർച്ചേസ്. ഏതാണ് ഒരു വാരിയസ് കോമ്പിനേഷൻ ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് എന്ന് പറയുന്നത്? ബജറ്റ് ലൈൻ ആണ് അല്ലെ. ബജറ്റ് ലൈൻ ആണ്. തന്റെ ബജറ്റിന്റെ അകത്ത് നിന്നുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന കോമ്പിനേഷനെ റിഫ്ലക്ട് ചെയ്യുന്നത് ബജറ്റ് ലൈൻ ആണ്. സോ എ എന്ന് പറയുന്നത് 3 ആണ്. A3 ആണ്. A3 ആണ്. ഇനി വാരിയസ് കോമ്പിനേഷൻസ് ഓഫ് two commodities providing equal satisfaction. Obviously ആ equal satisfaction കേൾക്കുമ്പോൾ തന്നെ അത് ഇൻഡിഫറൻസ് കർവ് ആണെന്ന് മനസ്സിലാവും. B2. ഇനി a set of indifference curves. Set of indifference curve is known as indifference map. C1. Then D. Point of tangency of a budget line on an indifference curve is consumer equilibrium. D4 ആണ്. കൺസ്യൂമർ ഇക്വിലിബ്രിയം ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നമുക്ക് എ കിട്ടിയാൽ തന്നെ A3 എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ഡി ആണ്. എ കിട്ടിയാൽ തന്നെ നമുക്ക് ആൻസറിൽ എത്താനായിട്ട് കഴിയും. നെക്സ്റ്റ് വൺ, പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് എ ലീനിയർ സപ്ലൈ കർവ് ത്രൂ ദി ഒറിജിൻ. നമുക്ക് ഡിമാൻഡ് ഇലാസ്റ്റിറ്റി ഉണ്ട്, സപ്ലൈ ഇലാസ്റ്റിറ്റി ഉണ്ട് അല്ലെ. ഇതാണ് ഡിമാൻഡ് ഇങ്ങനെ ഒറിജിനിലൂടെ കടന്നു പോകുന്ന സപ്ലൈ കർവ് ആണെങ്കിൽ അതിന്റെ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു യൂണിറ്റി ആയിരിക്കും, 1 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ എ ആണ്. സപ്ലൈ കർവ് ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. ഇലാസ്റ്റിറ്റി എന്ത് ചെയ്യാണ്? ഇതിന്റെ അപ്പുറത്തേക്ക് ഇതിലെ പോവാണ്. ഇങ്ങനെ പോകുന്നതാണെങ്കിൽ ഇലാസ്റ്റിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇനി
ഇങ്ങനെയാണ് സപ്ലൈ കർവ് കടന്നു പോകുന്നത്. ഒറിജിനിൽ നിന്ന് മാറിയിട്ട് ഒറിജിന് കഴിഞ്ഞിട്ടാണ് സപ്ലൈ കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഇലാസ്റ്റിറ്റി ലെസ് ദാൻ 1 ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, പഠിച്ചു വെച്ചോ. ഇങ്ങനെ ഒറിജിനിന്റെ മുന്നേ സപ്ലൈ കർവ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇലാസ്റ്റിറ്റി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഒറിജിനിൽ നിന്നും സപ്ലൈ കർവ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇലാസ്റ്റിറ്റി 1 ആയിരിക്കും. ഒറിജിൻ കഴിഞ്ഞിട്ടാണ് സപ്ലൈ കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിറ്റി ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. 4th സെഷനിൽ നമുക്ക് മോഡ്യൂൾ 2 കാണാം. കൂടുതൽ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വീഡിയോസും ഈ ഒരു ക്ലാസ്സസും നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ സ്നേഹവും ഒക്കെ കമൻറ്റ് ത്രൂ എന്നെ അറിയിക്കുക. നിങ്ങളുടെ ക്രിറ്റിസിസം ആയാലും എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിലും എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ത്രൂ അറിയിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ ലേണിംഗ്.